പാലക്കാട് ജില്ല ഒറ്റപ്പാലം താലൂക്ക് ഒറ്റപ്പാലം ടൗണിനോടടുത്ത് ഒറ്റപ്പാലം പാലക്കാട് ഹൈവേയിൽ നിന്നും വെറും 300 മീറ്റർ മാറിയിട്ടാണ് ഈ വീടുള്ളത് കേട്ടോ. ഈ റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ 300 മീറ്ററാണ് ഇവിടുന്ന് ഹൈവേയിലേക്കുള്ളത്. ഇത് തൊട്ട ഒരു സ്ഥലത്ത് വീട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കിണറാണിത്. കണ്ടില്ലേ എന്താ വെള്ളം, സൂപ്പർ വെള്ളം. നല്ല പ്രകൃതി സുന്ദരമായ സ്ഥലമാണ് കേട്ടോ. ഇവിടെയൊക്കെ സൈലൻ്റ് ഏരിയ. ഇത് സ്റ്റാർ ബിൽഡേഴ്സിൻ്റെ പുതിയ വീടാണ്. വീട് ഫുൾ പണി കഴിഞ്ഞിട്ടില്ല. ഫുള്ള് പണി കഴിഞ്ഞിട്ടാണ് ഇത് വിൽപ്പന ചെയ്യുള്ളൂ. അവസാന ഫിനിഷിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇതിൽ ബോർവെല്ലാണ് ഇപ്പോൾ ഉള്ളത്. 2 ബെഡ്റൂം അറ്റാച്ച്ഡ് വീടാണ് കേട്ടോ. 1300 സ്ക്വയർ ഫീറ്റ്. വർക്ക് കംപ്ലീറ്റ് ചെയ്ത് മുറ്റത്ത് ചല്ലി ബേബി മെറ്റൽ വിരിച്ച് തരുന്നതായിരിക്കും കേട്ടോ. നല്ല സൂപ്പർ ഡിസൈനാട്ടോ ഈ വീടിൻ്റെ. 2 ബെഡ്റൂം അറ്റാച്ച്ഡാണ്. ഒരു കോമൺ ബാത്റൂം, ചുറ്റുപാടവും മതിൽ കെട്ടി സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. 2 എൻട്രൻസ് ആണ് ഈ പ്രോപ്പർട്ടിയിലേക്ക്. നമ്മൾ കയറി വന്നത് ഒരു ഗേറ്റ്, ഇത് സെക്കൻഡ് ഗേറ്റ്, വലിയ ഗേറ്റ്. വലിയ വാഹനങ്ങളൊക്കെ നിർത്തണം എന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടിയുടെ ചുറ്റുപുറം റോഡാവുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യമുണ്ട്. തൊട്ടടുത്തൊക്കെ വീടുണ്ട് കേട്ടോ. ഫുള്ള് പെയിൻറ്റിങ്ങൊക്കെ കഴിഞ്ഞ് പ്ലംബിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വയറിങ്ങൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടാണ് ഈ വീട് നമ്മൾ സെയിൽ ചെയ്യുള്ളൂ. ഇത് പുറകുവശം വീടിൻ്റെ. ഇത് ഒരു കോമൺ ബാത്റൂമാണ്, സാധാ ക്ലോസറ്റ് വെച്ചിട്ടുള്ള. ഒരു ഡോറൊക്കെ വെച്ചിട്ട് ക്ലിയർ ചെയ്തിട്ടേ കൊടുക്കുള്ളൂ. ഇത് ഇപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നത് എന്താ ഉദ്ദേശം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ ലെവലിൽ കണ്ടു കഴിഞ്ഞാൽ ആളുകൾക്കൊരു ഐഡിയ കിട്ടുമല്ലോ. അപ്പോൾ ഇത് ഫിനിഷിങ് കഴിയുമ്പോഴത്തേനും ഏകദേശം ഏതെങ്കിലും ആൾക്കാർക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇത് സ്വന്തമാക്കാം. ഏകദേശം ഒരു രൂപം കിട്ടും ചെയ്യും ഈ വീഡിയോ കാണുമ്പോൾ. വീടും കാണുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ കേട്ടോ. നല്ല സുന്ദരമായ പ്രകൃതിയാണ്. കയറിയ പാടെ ചെറിയൊരു സിറ്റ് ഔട്ട്, നല്ല സ്റ്റീലിൻ്റെ ഗ്രില്ലൊക്കെ ഇട്ട് സേഫ്റ്റി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഫ്ലോറൊക്കെ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ആട്ടോ, ടൈൽസ് അല്ല, ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. കയറി ഉടനെ ഒരു സിറ്റ് ഔട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ളൊരു ഹാളാണ് കേട്ടോ. അല്ല, ഹാളിൽ നിന്ന് നേരെ ഇപ്പോൾ പ്ലംബിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹാളിൽ നിന്ന് അവിടെ കയറിയ ഒരു ഡൈനിങ് ഏരിയയാണ്, നല്ല വലിപ്പമുള്ള ഡൈനിങ് ഏരിയ. അവിടുന്ന് വലതു ഭാഗത്തൊരു ഫസ്റ്റത്തെ ബെഡ്റൂം. അതിൽ വാർഡ്രോബ്, ചുമരന്മാരൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വലിപ്പമുള്ള ബെഡ്റൂം കേട്ടോ. അത് അറ്റാച്ച്ഡ് തന്നെയാണ്. ഫിനിഷിങ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ക്ലോസറ്റൊക്കെ നല്ല ഹെവി ക്ലോസറ്റൊക്കെ തന്നെ. ഫുള്ള് ഫിനിഷ് ചെയ്ത് ചാവി അങ്ങോട്ട് തരും നമുക്ക് മേടിക്കുന്നവർക്ക്. പാല് കാച്ചി അങ്ങ് ഇരുന്നാൽ മതി. വാഷ് ബേസിൻ, അവിടുന്ന് മുകളിലേക്കുള്ളൊരു സ്റ്റെയർ കേസ്. ആ ഹാളിൽ നിന്ന് തന്നെ സ്റ്റെയർ കേസിൻ്റെ തൊട്ടായിട്ട് 2ാമത്തെ ബെഡ്റൂം കേട്ടോ. അതിലും അപ്പുറത്തെ ബെഡ്റൂമിൻ്റെ പോലെ അലമാറ, ചോരൽമാറയൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതും അറ്റാച്ച്ഡ് തന്നെയാണ്. സെയിം ഡിസൈനാണ്, സെയിം ക്ലോസറ്റാണ്. ഈ ഏരിയ വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടും കേട്ടോ ഈ പ്രോപ്പർട്ടി. അത്ര സുന്ദരമായ സ്ഥലമാണ് ഈ ഭാഗം. ഹൈവേയിൽ നിന്ന് ഒരു 300 മീറ്റർ എന്ന് പറയുമ്പോൾ വളരെ ഈസിയാണ് നമുക്ക് ടൗണിലേക്കൊക്കെ പോകാനും. ഇത് കിച്ചൻ്റെ വർക്കുകൾ ഫിനിഷിങ്ങിലാണ്. സിങ്ക് കാര്യങ്ങൾ, റാക്കൊക്കെ സെറ്റ് ചെയ്ത് വരുന്നുണ്ട്. ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങളുടെ ആളുടെയെങ്കിലും അറിവിൽ വീടോ പ്രോപ്പർട്ടി എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി. ഇതുപോലെ വീഡിയോ ചെയ്ത് പെട്ടെന്ന് വിൽക്കാനുള്ള ശ്രമം നമുക്ക് ചെയ്യാം. അവിടുന്ന് വീണ്ടും ഹാളിലേക്ക് വന്നാൽ നേരെ മുകളിലേക്കുള്ള സ്റ്റെയർ കേസ് കേട്ടോ. അതും ഗ്രാനൈറ്റ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സൈഡൊക്കെ നല്ല സ്റ്റീലിൻ്റെ ഗ്രിൽ വർക്ക് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. നല്ല വീതിയുള്ള സ്റ്റെയർ കേസ് കേട്ടോ. ഏകദേശം നമുക്ക് അനായാസം കയറി മുകളിലേക്ക് എത്താം. മുകളിലത്തെ കാഴ്ചയാണിത്. നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് കേട്ടോ. ഇവിടെ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇത് വീടിൻ്റെ
ഒരു ഭാഗത്തുള്ള റോഡാണ് മുകളിൽ നിന്നുള്ള കാഴ്ച. ആ രണ്ടാമത്തെ വലിയ ഗേറ്റ് അവിടുന്ന് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ്. ഈ വീട് നിൽക്കുന്നത് പടിഞ്ഞാറ് ഫേസ് ചെയ്തിട്ടാട്ടോ. പടിഞ്ഞാറ് ഭാഗത്തെ കാഴ്ചയാണിത്. നല്ല പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളും അതും മുന്നിലൂടെ റൗണ്ട് ചെയ്തിട്ടാണ് ഈ റോഡ് ഹൈവേയിലേക്ക് പോകുന്നത്. ഇവിടുന്ന് 300 മീറ്റർ ഉള്ളൂ കേട്ടോ ആകെ ഹൈവേയിലേക്ക്. ഇത് വീടിൻ്റെ മുന്നിലൂടെ ഇപ്പുറം റോഡിലൂടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ആ വലിയ ഗേറ്റില്ലേ അതിൻ്റെ ഒരു കാഴ്ച വീണ്ടും ഞാൻ ഒന്നുകൂടെ എടുത്തതാണ്. വ്യക്തമായിട്ട് കാണുന്നവർക്ക് മനസ്സിലാവട്ടെ എന്ന് കരുതിയിട്ട് കേട്ടോ. ഇതാണ് പുറത്തുനിന്നുള്ള